നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അവൽ പായസമാണ്. ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. ഇത് അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത അവലിൻ്റെ പകുതി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിപ്പം നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അവൽ ആഡ് ചെയ്യാം. പകുതി അവൽ പൊടിച്ചും പകുതി പൊടിക്കാതെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടിക്കാതെ വെച്ചിരിക്കുന്ന അവലും കൂടെ ആഡ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു ഒത്തിരി നേരം തിളയ്ക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അവന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്യാം. ശർക്കരപ്പാനി ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യും. നന്നായിട്ട് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു പായസമാണ്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന പായസമാണ്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കായും കൂടെ ആഡ് ചെയ്യാം. ഇനി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ സേമിയ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കിസ്മിസ് കൂടെ വറുത്ത് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ അവൽ പായസത്തിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കടലയും വറുത്ത് ആഡ് ചെയ്യാം. ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ വറുത്താണ് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് കിസ്മിസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതോടെ നമ്മുടെ രുചികരമായ അവൽ പായസം തയ്യാറായി. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാവുന്നൊരു പായസമാണ്. രുചികരമായ അവൽ പായസം.